സാഹിത്യവും നിയമരംഗവും സോഷ്യൽ ആക്ടിവിസം ഉണ്ടോ? തീർച്ചയായിട്ടും. എൻവയൺമെൻറ്റൽ ആക്ടിവിസം, പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാഹിത്യകൃതികൾ, അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി, നദീതട സംരക്ഷണത്തിന് വേണ്ടി. റൈറ്റർ എന്നുള്ള നിലയിൽ ദേശീയമോ അന്തർദേശീയമോ ആയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളാണ്. തീർച്ചയായും. ഇന്ത്യയിൽ തന്നെയാണോ റിസൈഡ് ചെയ്യുന്നത്? അതെ അതെ. താങ്ക് യു. For what? താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് താങ്കൾ ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചല്ലോ, ക്ലാപ്പ്. ആ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളുമായി, അത് ലക്ഷ്യമിടുന്ന കാര്യങ്ങളുമായി താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് വളരെ ശക്തമായ വൈകാരികവും സാമൂഹികവുമായ ബന്ധങ്ങളുണ്ടോ? തീർച്ചയായും. വെറുതെ മിടിക്കുകയും നിലയ്ക്കുകയും ചെയ്യുന്ന ഒരു കേവലം അവയവം മാത്രമായി ഹൃദയം മാറുന്ന അവസ്ഥയിൽ ഒരു ലിവിങ് വെജിറ്റബിളായി ജീവിക്കുന്ന പച്ചക്കറിയെപ്പോലെ ഒരു മനുഷ്യ ശരീരം വല്ലാതെ കണ്ട് തളർന്നു പോകുമ്പോൾ ഇന്ത്യയുടെ ഹൃദയത്തിൽ വീണ ഒരു കണ്ണുനീരായി ഒരു സ്ത്രീയുടെ ജീവിതം മാറിയപ്പോൾ ആ ജീവിതത്തിന് വേണ്ടി നിയമ പോരാട്ടത്തിൽ ഏർപ്പെട്ട ഒരു എഴുത്തുകാരിയാണോ താങ്കളുടെ മനസ്സിൽ? യെസ് ഓർ നോ? യെസ് ആണ് സർ. യെസ്. ഇനി ഉത്തരം പറഞ്ഞില്ല. ഉത്തരം അറിയണ്ടേ? താങ്കൾ വിചാരിച്ച വ്യക്തി റൈറ്ററാണ്, സംശയമൊന്നുമില്ല. പക്ഷേ വ്യക്തിയുടെ ഭർത്താവ് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? ഉണ്ട് സർ, ഉണ്ട്. 20ാമത്തെ ചോദ്യം. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേരോടൊപ്പം അവരുടെ വായനക്കാരുടെ, അതിപ്പോൾ ബോംബെയുടെ ഓൺസ്വാസ് ബോംബെ അടക്കമുള്ള കൃതികളൊക്കെ അവിടെ നിൽക്കട്ടെ, ബോംബെയുടെ കൃതിയായാലും അതിൽ മറ്റ് നിരവധി കൃതികളുണ്ട്, ഈ കൃതികളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് ഈ രാജ്യം, ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്തിൽ 140 പരം വരുന്ന കോടി മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഒരു വലിയ എന്താ പറയുക കത്തിച്ചു വെച്ച മെഴുകുതിരിയുടെ പ്രഭയോടെ കടന്നു വന്നത് അരുണ ഷാൻബാഗ് എന്ന പേരോട് ചേർത്ത് വെച്ചാണ്. തീർച്ചയായും. അതൊരു ഗംഭീര സെലക്ഷൻ. താങ്ക് യു. പക്ഷേ ഞാനിവിടെ പേരോർത്തെടുക്കാനാണ് പ്രയാസപ്പെടുന്നത്. എനിക്ക് ആളിനറിയാം. അരുണ ഷാൻബാഗിന് വേണ്ടി നിയമയുദ്ധത്തിൽ ഏർപ്പെട്ട എഴുത്തുകാരി, ഓൺസ്വാസ് ബോംബെ, ശങ്കരയ്യരുടെ ഭാര്യ. എത്രയും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ശങ്കരയ്യറിനെ അറിയാം. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആകസ്മികതയാണ്. വളരെ ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് ജീവിതത്തിൽ പറയട്ടെ. ഞാൻ ഒരു കാര്യവുമില്ലാതെ ഈ ക്ലാപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കൃഷ്ണപ്രിയയുടെ എപ്പിസോഡ് ഓർമ്മിച്ചു. കൃഷ്ണപ്രിയയുടെ എപ്പിസോഡ് ഓർമ്മിച്ചപ്പോൾ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നോക്കൂ, ഇവിടെ ശങ്കരയ്യരുടെ ഭാര്യയെക്കുറിച്ചാണ് അല്ലേ? സമാനമല്ല, മറ്റൊരു രൂപത്തിൽ, മറ്റൊരു അല്പം സംസ്ഥാനങ്ങൾക്കപ്പുറത്ത് മറ്റൊരു നിരപരാധിയായ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക്. നല്ല ഡ്രസ്സാ. താങ്ക് യു. എന്താ എൻ്റെ കളറ്? ഈ ഡ്രസ്സിൻ്റെ ഉത്തരമാണതിൻ്റെ, ഞാൻ പറയില്ല, ഷോ കഴിഞ്ഞ് പറയാം. ഡ്രസ്സിൻ്റെ കളർ ഇത് വയലറ്റാണോ? അല്ല, വയലറ്റ് അല്ല. വയലറ്റ് ആണോ ഇത്? അത് ലാവൻഡറാ. ലാവൻഡർ. കൂട്ടുകാരിയാ? ഇതിനുത്തരം പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അവരൊക്കെ ഞാൻ വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ അല്ലേ, പച്ചക്കറിയെ പോലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഉത്തരമായി കഴിയും. സോ മായ, ക്ലാപ്പ് എന്ന പ്രസ്ഥാനം മായ ഒരല്പം വിനയത്തോടു കൂടി ആരംഭിച്ചു, സ്ഥാപിച്ചു എന്നൊക്കെ പറയാമോ എന്നറിയില്ല, എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പൈനീർ ചെയ്ത മായയ്ക്ക്
ഇത്തരമൊരു പ്ലാറ്റ്ഫോമിൽ വിചാരിക്കാവുന്നതും വിചാരിക്കേണ്ടതുമായ ഏറ്റവും ഉചിതമായ പേരാണ് താങ്കൾ പിങ്കി വിരാനിയുടെ പേര് മനസ്സിൽ വിചാരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകും. താങ്ക് യു. ശങ്കരയ്യരുടെ ഭാര്യ എന്നതൊന്നും അല്ല. പിങ്കി വിരാനി എന്ന് പറയുന്ന റൈറ്ററിൻ്റെ എന്താ റീഡർഷിപ്പുമല്ല. അതിനുമപ്പുറത്ത് ഈ രാജ്യം അവരെ ആരാധിക്കുന്നത് അരുണാ ഷാൻബാഗിന് വേണ്ടിയുള്ള അവരുടെ നിയമ പോരാട്ടത്തിലും നിലപാടിലും പൊരുതലിലുമാണ്. ഇപ്പോഴും സോഴ്സ് വെളിപ്പെടുത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിന്ന് ത്രെറ്റുകൾ ഉണ്ടായി എന്നാണ് അന്ന്. വളരെ ശരിയാണ്. അതെ അതെ. ഗംഭീരമായ സെലക്ഷൻ. താങ്ക് യു. താങ്ക് യു. സോ ഇറ്റ്സ് ദാറ്റ്. അതെ പിങ്കി വിരാനി. അതെ. ഏത് പുസ്തകമായിട്ടും ഇഷ്ടം? ബിറ്റർ ചോക്ലേറ്റ്. Bitter ചൈൽഡ്. Chocolate, അതെ, Bitter Chocolate. നാഷണൽ അവാർഡ് കിട്ടിയ. അതെ. ബിറ്റർ ചോക്ലേറ്റ് എന്ന് പറയുന്നത് Child sex ചൈൽഡ് സെക്സ് abuse. അബ്യൂസ് ആണ്. ചൈൽഡ് സെക്സ് അബ്യൂസ്. അതെ, അതെ. പക്ഷേ ആസ് എ റൈറ്റർ വൺസ് വാസ് ബോംബെ അല്ലേ? അതെ, ഒരു once പുസ്തകം. was Bombay. അതെ. അതാണ് അവരുടെ ഒരു മാഗ്നം ഓപ്പസ് എന്നൊക്കെ പറയാമോ പുസ്തകം. പക്ഷേ ആ ഒരു ലേഡി അരുണയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത നിലപാടിനോടാണ് അത്രമാത്രം ആ വ്യക്തിയെ മനസ്സിലേക്ക് എടുത്തത്. കാരണം സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി ന്യായം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ രാജ്യമൊക്കെ പൂർണ്ണമായും വെളിച്ചം കെട്ടുപോകുന്ന ഒന്നാകാതിരിക്കുന്നതിന് പിന്നിൽ പിങ്കിയുടെയും ടീസ്റ്റയുടെയും ഗൗരിയുടെയും ഒക്കെ പോരാട്ടങ്ങൾ തന്നെയാണ് കാരണം അല്ലേ? യൂത്തനേഷ്യ മേഴ്സി കില്ലിങ്ങിൻ്റെ വേണ്ടിയിട്ടാണ് പിങ്കി വിരാനി ആ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യുന്നത്. അല്ല, യൂത്തനേഷ്യയ്ക്ക് വേണ്ടി പിങ്കി വിരാനി ഫയൽ ചെയ്യുകയും ഹർജി കൊടുക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ലോകം മുഴുവൻ ഏറ്റവും വേദനയോടുകൂടി അറിയുന്നത്, ആ ഒരു അവസ്ഥ അറിയുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ താങ്കളുടെ സെലക്ഷന് വേണ്ടി നൽകുന്നത് താങ്കൾ നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിങ്കി വിരാനി എഴുത്തുകാരി, പത്രപ്രവർത്തക, മനുഷ്യാവകാശ പ്രവർത്തക, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും ലൈംഗിക ചൂഷണങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വനിത. ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നതിനിടെ അതിക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട് കോമാവസ്ഥയിൽ 42 വർഷങ്ങളോളം കഴിയേണ്ടി വന്ന അരുണ ഷാൻബാഗ് എന്ന സ്ത്രീക്ക് ദയാവധം അനുവദിക്കണമെന്ന പെറ്റീഷനുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് പിങ്കി വിരാനിയായിരുന്നു. സുപ്രീം കോടതി ദയാവധം നിഷേധിച്ചുവെങ്കിലും പിങ്കിയുടെ ശ്രമങ്ങളെ മനുഷ്യത്വപരമായി കാണുന്ന പലരും അവർക്ക് അനുകൂലമായി നിലകൊണ്ടു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വിഷയമാക്കി ഒട്ടേറെ പുസ്തകങ്ങളും പിങ്കി എഴുതിയിട്ടുണ്ട്. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന അവരുടെ തുറന്നെഴുത്തുകൾക്ക് പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്.